കൂട്ടുകാരെ എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് മക്കളെ എക്സാം വരുന്നത്? നമ്മുടെ മാത്സ് അഥവാ ഗണിതം പരീക്ഷയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല, വേഗം നമ്മുടെ എക്സാമിലോട്ട് പോകാം അല്ലേ. അതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഗണിതത്തിൽ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഗണിതം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടായിരിക്കുക. അപ്പം മിസ് ആദ്യം ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് വായിക്കാം, അതിനുശേഷം മലയാളം മീഡിയം ക്വസ്റ്റ്യൻസും പറയാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 1 ആമീസ് ചിക്കൻസ് എന്നതാണ്. പ്രവർത്തനം 1 ആമിയുടെ കോഴിക്കുഞ്ഞുങ്ങൾ. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്, അതായത് എണ്ണി എഴുതാം എന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ആമിക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ ചിത്രമെല്ലാം അവിടെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അവിടെ ചിത്രത്തിൽ കാണാം ആമയുടെ കോഴിയെയും അതുപോലെ തന്നെ കോഴീൻ്റെ കുഞ്ഞുങ്ങളെയും. നോക്കിക്കേ, നമ്മളടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, ഹൗ മെനി ചിക്കൻസ് ആർ ദർ ഇൻ ടോട്ടൽ, അതായത് ആകെ എത്ര കോഴിക്കുഞ്ഞുങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ, നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി അല്ലേ. നോക്കിക്കേ മക്കളെ, അവിടെ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒന്നിച്ച് കൗണ്ട് ചെയ്യാം അല്ലേ. 1 2 3 4 5 6 7 8 9 അല്ലേ. മലയാളത്തിൽ എണ്ണി നോക്കിക്കേ, 1 2 3 4 5 6 7 8 9, അതായത് അവിടെ എത്ര ചിക്കൻസ് ആണുള്ളത്? 9 എണ്ണമാണ് അല്ലേ. 9 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം മക്കൾ അവിടെ 9 എന്ന് വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹോ 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 ദ ഈഗിൾ കേം ദ ചിക്കൻസ് ഹിഡ്. നോക്കിക്കേ മക്കൾ, എന്താണ്? പട 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 പരുന്ത് വന്നു, കോഴിക്കുഞ്ഞുങ്ങൾ ഒളിച്ചു അല്ലേ. കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടെ പുറത്ത് തീറ്റ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ആര് വന്നു മക്കളെ? ഈഗിള് വന്നു അല്ലേ, പരുന്ത് വന്നു. പരുന്തിനെ കണ്ടതും കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? വേഗം പോയിട്ട് ഹൈഡ് ചെയ്തിരുന്നില്ല, അതായത് ഒളിച്ചിരുന്നു അല്ലേ. നോക്കിക്കേ, 2 chickens hid in a coop. How many hid under the wings? എന്താ മക്കളെ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഈഗിൾ വന്ന സമയത്ത് എന്ത് ചെയ്തു? കൂട്ടിൽ കയറിയിട്ട് 2 കോഴിക്കുഞ്ഞുങ്ങൾ ഒളിച്ചു. ബാക്കിയുള്ളവർ അവിടെ ഹെന്നിൻ്റെ ചിറകിനടിയിൽ കയറി ഒളിച്ചു അല്ലേ. അപ്പം നമ്മളടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, കൂട്ടിൽ ഒളിച്ചത് 2 പേർ, അപ്പോൾ ചിറകിൽ ഒളിച്ചവർ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്കറിയാം അവിടെ നമുക്ക് എത്ര കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 9 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ആളുകളാണ് എന്ത് ചെയ്തത്? കൂപ്പിൽ ഒളിച്ചതിൽ, അതായത് നമ്മുടെ കോഴിക്കൂടിൽ ഒളിച്ചിട്ടുണ്ടായിരുന്നത്, കോഴിയുടെ കൂട്ടിൽ കയറി ഒളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കി ചിറകിനടിയിലുള്ള ഉള്ളവരെ എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് മക്കളെ. അത് കണ്ടെത്താനായിട്ട് നമ്മൾ ടോട്ടലുള്ള ചിക്സിൻ്റെ എണ്ണത്തിൽ നിന്ന് കൂട്ടിലൊളിച്ച കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മൾ മൈനസ് ചെയ്യണം, അതായത് 9 - 2 ചെയ്യണം. 9 കുറയ്ക്കണം 2. 9 എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം, 2 എന്ന് പറഞ്ഞാൽ കൂട്ടിലൊളിച്ചവരുടെ എണ്ണം. ഓക്കെ മക്കളെ, അപ്പം ബാക്കിയുള്ളവരായിരിക്കില്ലേ നമ്മുടെ കോഴിയമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം 9ൽ നിന്ന് 2 മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും മക്കളെ? 7 എന്ന് കിട്ടും, 7 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ചിറകിനടിയിൽ ഒളിച്ചിട്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. ഓക്കെ മക്കളെ, ക്ലിയർ? ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ, മദർ ബേർഡ് ആൻഡ് ദി ചിക്സ് കീം, ഹൗ മെനി ചിക്സ് ആർ ദർ, അതായത് അമ്മക്കിളിയും കുഞ്ഞുങ്ങളും വന്നു, കുഞ്ഞുങ്ങൾ എത്ര? അവിടെ ചിത്രത്തിൽ മക്കൾക്ക് ഒരമ്മക്കിളിയെയും അതുപോലെ തന്നെ അമ്മക്കിളിയുടെ കുഞ്ഞുങ്ങളെയും കാണാം അല്ലെ, ചിക്സിനെയും കാണാം. അപ്പോൾ ചിക്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. കൗണ്ട് ചെയ്ത മക്കളെ, 1 2 3 4 5 6 അല്ലേ. 1 2 3 4 5 6 ചിക്സാണ് അവിടെ ഉള്ളത് അല്ലേ. 6 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 1ാമത്തെ ആക്ടിവിറ്റി വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. എൻ്റെ എല്ലാ മക്കൾക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഹൂ ആർ മോർ ഇൻ നമ്പർ പുട്ട് എ ടിക്ക് മാർക്ക്, അതായത് കൂടുതൽ ആര് ശരി അടയാളം ഇടാം, അതായത് നമ്മുടെ അമ്മക്കോഴിയുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്മക്കിളിയുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളാണോ കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോഴിക്കുഞ്ഞുങ്ങളാണോ കിളിക്കുഞ്ഞുങ്ങളാണോ കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? കോഴിക്കുഞ്ഞുങ്ങൾ എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ലേ? 9 എണ്ണമാണുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ എത്ര എണ്ണമാണുള്ളത് മക്കളെ? 6 എണ്ണമാണുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ആരാണ് കൂടുതലുള്ളത്? കോഴിക്കുഞ്ഞുങ്ങളാണോ കിളിക്കുഞ്ഞുങ്ങളാണോ? നമുക്കറിയാം കോഴിക്കുഞ്ഞുങ്ങൾ 9 എണ്ണമാണുള്ളത്. അതുപോലെ തന്നെ കിളിക്കുഞ്ഞുങ്ങൾ എത്ര എണ്ണമാണുള്ളത്? ഇപ്പം നമ്മൾ കണ്ടെത്തി
6 അപ്പോൾ ആരാണ് മക്കളെ കൂടുതലുള്ളത്? കൂടുതലുള്ളവയ്ക്ക് ശരി അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കൂടുതലുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മന്ത്ലി നിങ്ങൾക്ക് വെറും 100 രൂപ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിന് ഫീ ആയിട്ട് വരുന്നത്. അപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് വെക്കേഷന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എഴുത്തും വായനയ്ക്ക് പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, മാസത്തിൽ വെറും 100 രൂപ വരുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ കളയാതെ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഒരു പക്ഷേ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, ആമീസ് പിഗ്ഗി ബാങ്ക് എന്നതാണ്. അതായത് ആമിയുടെ സ്നേഹക്കുടുക്ക എന്നതാണ് അടുത്തൊരു ആക്ടിവിറ്റി വരുന്നത്. ഫൈൻഡ് ദി സം ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് കോയിൻസ്. അതായത് നാണയ കൂട്ടങ്ങളുടെ തുക കണ്ടെത്താമെന്നാണ് പറഞ്ഞത്. നോക്കിക്കുക മക്കളെ, നമ്മുടെ ആമിയുടെ സ്നേഹക്കുടുക്ക എന്ത് ചെയ്തു? അതായത് നമ്മൾ കോയിനൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു കുടുക്ക ഉണ്ടായിരിക്കില്ല, അതെന്ത് ചെയ്തു? അവിടെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലേ? അപ്പോൾ അതിലുള്ള നാണയങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് അവിടെ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 രൂപ കോയിൻസ് ഒരു ഗ്രൂപ്പും 2 രൂപ കോയിൻസിനെ മറ്റൊരു ഗ്രൂപ്പും 5 രൂപ കോയിൻസിനെ മറ്റൊരു ഗ്രൂപ്പൊക്കെ ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നോക്കാം. നാണയത്തിൻ്റെ കൂട്ടം അതുപോലെ തന്നെ തുക എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, നമുക്കറിയാം 1 രൂപ നാണയമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും മക്കളെ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവുക? കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 അല്ലേ? 9 ഒന്നുകളാണ്. 9 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ്? 9 തന്നെയാണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് 2 രൂപ നാണയങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 + 2 എത്രയാണ് മക്കളെ വരിക? 4 ആണ്. 4 + 2 6, 6 + 2 8, 8 + 2 എത്രയാണ് മക്കളെ? 10 ആണ് വരിക അല്ലേ? നോക്കിക്കേ, ഒരിക്കൽ കൂടി 2ലോട്ട് 2 ചേർക്കുമ്പോൾ 4 ആണ്. 4ലോട്ട് 2 ചേർക്കുമ്പോൾ 6 ആണ്. 6ലോട്ട് 2 ചേർക്കുമ്പോൾ 8 ആണ്. 8ലോട്ട് 2 ചേർക്കുമ്പോൾ 10 ആണ്. ക്ലിയർ? അപ്പോൾ 2 രൂപയുടെ നാണയങ്ങൾ ചേർത്താൽ 10 രൂപയാണ് ഉണ്ടാവുക. അടുത്തത് 5 രൂപ നാണയങ്ങളാണ് അല്ലേ? 5ഉം 5ഉം ചേർന്നാൽ 10 ആണ്. 10ഉം 5ഉം 15, 15ഉം 5ഉം എത്രയാണ്? 20 ആണ് വരുന്നത്. അടുത്തത് 10 രൂപ കോയിൻസ് അല്ലേ മക്കളെ ഉള്ളത്? അവിടെ 3 10 റുപ്പീസ് ആണുള്ളത്. 3 10s എത്രയാണ്? 3 10കൾ ചേർന്നാൽ 30, 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആമിയുടെ ആ ഒരു കുടുക്കയിലുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. 10 രൂപയുടെ ശരിയായ കൂട്ടം ഏത്? ടിക്ക് അടയാളം ഇടാനാണ്. അപ്പോൾ ഇവിടെ 10 രൂപയുടെ കൂട്ടം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് 5 റുപ്പീസ് ആണ്, ഇത് 2 റുപ്പീസ് ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 5 ആണ് കേട്ടോ. അവിടെ നമുക്ക് ഇമേജ് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് മിസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ്? 2 കൂട്ടം തന്നിട്ടുണ്ട്, 10 രൂപയുടെ കൂട്ടമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ നോക്കിക്കുക മക്കളെ, അവിടെ നമുക്കൊരു 5ൻ്റെ കോയിൻ ഉണ്ട്, 1 രൂപയുടെ കോയിൻ ഉണ്ട്, പിന്നെ ഒരു 2 രൂപയുടെ കോയിനാണുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 5 + 1 എന്ന് പറഞ്ഞാൽ 6 ആവും. 6 + 2 എന്ന് പറഞ്ഞാൽ 8 ആവും അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ 8 ആണ് വരുന്നത്. അപ്പോൾ ഇത് റോങ് ആണ്. അടുത്ത നോക്കിക്കുക മക്കളെ, ഇവിടെ 5 രൂപയുണ്ട്. 5ലേക്ക് 2 രൂപ ചേർത്താൽ എത്രയാണ് മക്കളെ വരിക? 5ഉം 2ഉം 7 ആണ്. 7ഉം 2ഉം 9 ആണ്. 9ഉം 1ഉം എത്രയാണ് വരിക? 10. അപ്പോൾ ഇത് 10ൻ്റെ കൂട്ടമാണ്. അപ്പോൾ ഇതാണ് എന്ത് കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും മക്കളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ നാണയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ സംശയമുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക? ആ ഒരു ഭാഗം നന്നായിട്ടൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും മന്ത്ലി വെറും 100 രൂപയ്ക്കാണ് ട്യൂഷൻ ക്ലാസ്സുകൾ നൽകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. അവിടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയലുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ
തന്നെ നമ്മൾ വെക്കേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എഴുതാനും വായിക്കാനും പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം എന്നിവയുടെ ബേസിക് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി ഒരു പക്ഷേ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ മക്കൾ വിളിക്കുന്ന സമയത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. എത്ര ലേറ്റ് ആയാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ആമീസ് പിക്ചർ കാർഡ് എന്നതാണ്. ആമിയുടെ ചിത്രക്കാർഡുകളാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കിക്കേ, അവിടെ ഒരുപാട് ജീവികൾ തന്നിട്ടുണ്ട് അല്ലേ. അതാണ് അവരുടെ ഒരു ചിത്രക്കാർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് മക്കൾ അവിടെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് കുളത്തിൽ ജീവികളും രണ്ടാമത്തെ കുളത്തിൽ അവരുടെ എണ്ണവുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തത്ത നോക്കിക്കേ മക്കളെ, 5 എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് പാരറ്റ് എന്നായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ ബാക്കിയുള്ള ജീവികളെ നമുക്ക് എഴുതണം. പിന്നെ ഉള്ളതൊന്ന് ആനയല്ല മക്കളെ, ഇംഗ്ലീഷ് മീഡിയംകാർ എലഫൻ്റ് എന്ന് എഴുതുക. പിന്നെ നമുക്കുള്ളത് ആരാണ്, മീനുണ്ട്, അതുപോലെ തന്നെ മുയലുണ്ട്. ഓക്കെ, മീൻ, മുയൽ, പിന്നെ നമ്മുടെ പൂമ്പാറ്റിയാണുള്ളത് അല്ലേ, ബട്ടർഫ്ലൈ. ഇത്രയും കൂട്ടുകാരാണ് അവരുടെ ബുക്കിലുള്ളത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലായിരിക്കും അവ ഉണ്ടായിരിക്കുക എഴുതേണ്ടത്. അടുത്ത നോക്കിക്കുക മക്കളെ, അവയുടെ എണ്ണം എഴുതണം. അപ്പോൾ ആന എത്രയാണുള്ളത് കൗണ്ട് ചെയ്തേ മക്കളെ, 1, പിന്നെ 2 അല്ലേ, ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി മീൻ നോക്കിക്കുക മക്കളെ, 1, 2, 3, 4, 5, 6, 7 എത്രയാണുള്ളത്, 7 മീനുകളുണ്ട്. ഇനി നമുക്കറിയേണ്ടത് മുയലുകളുടെ എണ്ണമാണ്. എണ്ണിക്കുക മക്കളെ, 1, 2, 3, 4, 5 അല്ലേ, 5 മുയലുകളാണുള്ളത്. അടുത്തത് പൂമ്പാറ്റിയല്ലേ മക്കളെ. അപ്പോൾ പൂമ്പാറ്റ നോക്കിക്കേ, 1, 2, 3, 4, 5, 6 പൂമ്പാറ്റ. അപ്പം മക്കൾ ഒന്നുകൂടി കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്ത് വെച്ച് മക്കൾ നോക്കുക കേട്ടോ. ഇതുപോലെ ചിത്രം തന്നിട്ട് എണ്ണം എഴുതാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോ ജീവികളുടെയും എണ്ണം എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഹു ആർ മോർ ഇൻ നമ്പർ. അതായത് കൂടുതൽ ആരാണുള്ളത്, ഏറ്റവും കൂടുതൽ ആരാണുള്ളത് മക്കളെ. ഇവിടെ നോക്കിക്കേ, ഏറ്റവും വലിയ നമ്പർ 7 ആണ്. 7 കിട്ടിയത് ആർക്കാണ്, മീനിനാണല്ലേ, ഫിഷാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ് മക്കളെ, ഫിഷാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. മലയാളം മീഡിയം കൂട്ടുകാരാണെങ്കിൽ അവിടെ മീനെന്ന് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹു ആർ ലെസ് ഇൻ നമ്പർ. അതായത് കുറവ് ആരാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറവ് ഇവിടെ ആരാ മക്കളെ, ഏറ്റവും ചെറിയ നമ്പറാണ് കുറവ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 2 ആണ് ഏറ്റവും ചെറിയ നമ്പർ. അത് ആരുതാണ്, നമ്മുടെ ആനയുടേതാണ്. അപ്പോൾ അവിടെ കൂട്ടുകാർ എലഫൻറ്റ് എന്ന് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ എഴുതുക. മലയാളം മീഡിയം കൂട്ടുകാരാണെങ്കിൽ ആന എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഹു ആർ ഓഫ് ദി സെയിം നമ്പർ. ഒരേ എണ്ണമുള്ളത് ആരൊക്കെ എന്നാണ് ചോദിച്ചത്. ഇവിടെ സെയിം നമ്പർ വരുന്നത് ഏതൊക്കെയാണ് മക്കളെ, ഇവിടെ 5 വരുന്നുണ്ട്, ഇവിടെ 5 വരുന്നുണ്ട്. അതായത് നമ്മുടെ പാരറ്റും അതുപോലെ തന്നെ മുയലുമാണ് എന്ത് മക്കളെ, തത്തയും മുയലുമാണ് ഇവിടെ സെയിം നമ്പർ വരുന്നത് അല്ലേ, പാരറ്റ് ആൻഡ് റാബിറ്റ്. അതാണ് മക്കളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 5, എ ഡേ ഇൻ ആമീസ് ലൈഫ്. നോക്കിക്കേ മക്കളെ, ലെറ്റ്സ് റീഡ് ആൻഡ് ഡ്രോ എന്നതാണ്. അതായത് വായിക്കാം, വരച്ച് ചേർക്കാം എന്നതാണ്. ഇവിടെ നമ്മുടെ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ളത് ചെയ്തതാണ്. ഇവിടെ നമുക്കൊരു സൈഡിൽ നമ്മുടെ ആമി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും വായിച്ചിട്ട് ഏതാണ് കൃത്യമായിട്ടുള്ള ആ ഒരു സമയം എന്നുള്ളത്, ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ള സമയം എന്നത് കണ്ടെത്തിയിട്ട് ആ ടൈമിലോട്ട് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, റീച്ച്ഡ് സ്കൂൾ. അതായത് സ്കൂളിലെത്തി. എപ്പോഴാണ് മക്കളെ സ്കൂളിലെത്തുക, നമ്മൾ രാവിലെയാണ് എത്തുക അല്ലേ. ആ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് വേണം കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുന്നത് രാവിലെയാണ്, ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് വൈകുന്നേരമാണ്, അതുപോലെ നമ്മൾ കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് മക്കളെ, രാത്രിയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ധാരണകൾ മക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കുക. അപ്പോൾ സ്കൂളിലെത്തി എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം രാവിലെയാണ് നമ്മൾ സ്കൂളിൽ പോകാറുള്ളത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സമയം ഇവിടെ നോക്കിക്കേ, രാവിലെ 9 മണി എന്നുള്ളൊരു സമയമുണ്ട് അല്ലേ. അതായത് 9 ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നൊരു ടൈമുണ്ട്. അപ്പോൾ മക്കളത് അവിടോട്ട് വരച്ച് ചേർക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹാഡ് ലഞ്ച്. അതായത് ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ് മക്കളെ, നമ്മൾ പറഞ്ഞു ഉച്ചയ്ക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുന്ന സമയമുണ്ട്. നോക്കിക്കേ, ഇൻ ദ ആഫ്റ്റർനൂൺ.
ക്ലിയർ? ദെൻ നെക്സ്റ്റ് നോക്കിക്കുക, ലെഫ്റ്റ് സ്കൂൾ, അതായത് സ്കൂൾ വിട്ടു. സ്കൂൾ വിടുന്നത് എപ്പോഴാണ് മക്കളെ? വൈകിട്ടാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് വൈകുന്നേരം 4 മണിയില്ലേ, അതായത് 4 in the evening. ഓക്കെ. ദെൻ അടുത്തത് റോഡ് ഡയറി, അതായത് ഡയറി എഴുതുന്നത്. ഡയറി എപ്പോഴാണ് മക്കളെ എഴുതുക? നമ്മൾ രാത്രിയാണ് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് രാത്രി 8 മണിയുണ്ട്, 9 മണിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ രാത്രി 8 മണി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറി എഴുതുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടോട്ട് വരയ്ക്കുക കേട്ടോ. രാത്രി 8 മണി എന്ന സമയത്തോട്ട് 8 at night. ലാസ്റ്റ് വൺ ഉറങ്ങുന്നതാണ്. അത് എത്ര സമയത്താണ് മക്കളെ വരിക? 9 at night ആണല്ലേ, അതായത് രാത്രി 9 മണി. ഇത് മാറിപ്പോകരുത്. ഇവിടെ രാത്രി 8 മണിയുണ്ട്, രാത്രി 9 മണിയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക അല്ലേ. അതിന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയറി എഴുതി വെക്കുകയും ഹോംവർക്കുകൾ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള സമയം എന്നുള്ള ധാരണ മക്കൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? അടുത്ത ദിവസത്തെ എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ മിസ് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നിങ്ങളുടെ ഫീസായിട്ട് വരുന്നത്. അപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫറുകളൊക്കെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മക്കളെല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.